മാർബേസിൽ സ്കൂളിനെ വിലക്കിയ ഉത്തരവ് പിൻവലിക്കണമെന്ന് ആന്റണി ജോൺ എം.എൽ.എ. സംസ്ഥാന സ്കൂൾ കായികമേള ചാമ്പ്യൻഷിപ്പ് പട്ടം നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്ന് മാർബേസിൽ സ്കൂളിനെ അടുത്ത വർഷത്തെ സ്കൂൾ കായികമേളയിൽ പങ്കെടുപ്പിക്കില്ല എന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കടുത്ത നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആന്റണി ജോൺ എം.എൽ.എ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്ക് കത്ത് നൽകി. സംസ്ഥാന സ്കൂൾ കായികമേള അപ്പോൾ അതിന്റെ വർണ്ണാഭമായിട്ടുള്ള ഒരു സമാപന സമ്മേളനത്തിലാണ് ഇത്തരം ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതേ സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും കായികാധ്യാപകരുടെയും ഒക്കെ അവർ നേരിട്ട് അവരുടെ മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ വേളയിൽ തന്നെ അവിടെ ഉണ്ടായ പിഴവ് അതിൽ ഒരു ക്ഷമാപണം നടത്തുകയും അത്ര വലിയൊരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പ്രഥമ ഒളിമ്പിക്സ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ സമാപന സമ്മേളനത്തിൻ്റെ ഒരു ശോഭ കെടുത്തുന്ന നിലയിൽ ചില സംഭവങ്ങളുണ്ടായി. പക്ഷേ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇത്തരമൊരു നടപടിയിലേക്ക് ആ എടുത്ത നടപടി റദ്ദ് ചെയ്യണമെന്നുള്ളൊരു ആവശ്യമാണ് എം.എൽ.എ. എന്നുള്ള നിലയിൽ ഞാൻ ഇപ്പോൾ മന്ത്രിയുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് വൈകാരിക പ്രകടനമാണ്. അവർ ഒട്ടേറെ അവരുടെ ഒരു അധ്വാനം അവരാ രംഗത്ത് ചെലവഴിച്ചുകൊണ്ടാണ്, പ്രത്യേകിച്ച് സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനത്തടക്കം വർഷങ്ങളോളം നിന്നൊരു സ്കൂളാണ് കോതമംഗലം മാർബേസിൽ സ്കൂള്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പോയിൻ്റ് നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളും ചില ആശങ്കകളുമാണ് കുട്ടികൾ അത്തരം ഒരു വൈകാരിക പ്രകടനം അവിടെ നടത്തുന്നതിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ അതിനെ ആ നിലയിൽ തന്നെ കാണണമെന്നുള്ളൊരു ആവശ്യം നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും സർക്കാരിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു വിലക്ക് എന്നുള്ളത് ആ നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ ഒട്ടേറെ കായിക താരങ്ങൾക്ക് അവസരം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല കുട്ടികൾക്ക് വലിയ മാനസിക സംഘർഷം നേരിടുന്ന സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകും. കായിക കേരളത്തിന്റെ തലസ്ഥാനമായ കോതമംഗലത്ത് ഒട്ടേറെ ദേശീയ അന്തർദേശീയ താരങ്ങളെ വളർത്തിയെടുത്ത മാതൃകാ വിദ്യാലയമാണ് മാർബേസിൽ. വിലക്കേർപ്പെടുത്തിയ നടപടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോയാൽ ഒട്ടേറെ കായിക താരങ്ങളുടെ അവസരം നഷ്ടമാകുന്നത് മാത്രമല്ല കുട്ടികളെ സംബന്ധിച്ച് കടുത്ത മാനസിക സംഘർഷത്തിനും ഇത് കാരണമാകും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിയോഗിച്ച അന്വേഷണ സമിതിക്ക് മുൻപാകെ സ്കൂൾ അധികൃതർ ക്ഷമാപണം നടത്തിയതായി അറിഞ്ഞു. ചാമ്പ്യൻഷിപ്പ് പട്ടവുമായി ബന്ധപ്പെട്ടുണ്ടായ വിദ്യാർത്ഥികളുടെ വൈകാരിക പ്രതിഷേധം മാത്രമായിരുന്നുവെന്ന് കണക്കാക്കി ഇപ്പോൾ എടുത്ത തീരുമാനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് പിൻവലിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്ക് നൽകിയ കത്തിൽ എം.എൽ.എ. ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.